നമസ്കാരം. ഇപ്പൊ താരം പി ജെ കുര്യനാണ്. പി ജെ കുര്യന്റെ വിമർശനങ്ങളാണ്. പി ജെ കുര്യൻ ആരാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയാം. കോൺഗ്രസിൽ നിന്നുകൊണ്ട് പി ജെ കുര്യൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളതൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പി ജെ കുര്യൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിനെ എടുത്തിട്ടും കുടഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാരന്മാരെല്ലാം ടി വിയിൽ മാത്രമേ അതിലെ ജില്ലാ പ്രസിഡന്റിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. ടി വി ഷോകളാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടേത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാണ്ടി ഉമ്മൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. അതായത് അങ്ങനെ ആയിരിക്കണം ഒരു ജനനേതാവ്, ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മനെ അങ്ങ് വാരി വലിച്ചിട്ട് അങ്ങ് പ്രോത്സാഹിപ്പിക്കാനും ഉയർത്തിക്കാണിക്കാനൊന്നും പി ജെ കുര്യൻ മറന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് SFIക്കാർക്ക് ഇത്ര ഉശിരുള്ള യുവാക്കളെ, ക്ഷുഭിത യൗവനങ്ങളെ കിട്ടുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ DYFI സംബന്ധിച്ചിടത്തോളം SFIയെ സംബന്ധിച്ചിടത്തോളം ക്ഷുഭിത യൗവനങ്ങളാണ് അതിനകത്തുള്ളത്. എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? യൂത്ത് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് എന്തുകൊണ്ട് അത് സാധിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതൊക്കെയാണ് പി ജെ കുര്യന്റെ ആശങ്കകൾ. അതിനെ വളരെ വിമർശന ബുദ്ധിയാ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുകയും ചെയ്തു. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്, തെറ്റുകൾ തിരുത്താം എന്നൊക്കെ പറയുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും നമുക്കറിയാം, ഇവിടെ ഒരു ജനകീയ സമരം ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയോ അല്ലെങ്കിൽ വിജയത്തിന്റെ അടുത്ത് വരെ എത്തിക്കുന്നതിനോ കഴിവുള്ള യുവജന പ്രസ്ഥാനം DYFI തന്നെയാണ് എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അക്രമ രാഷ്ട്രീയം എന്നൊക്കെ അവരെ വിളിച്ച് പരിഹസിക്കുന്നുണ്ടെങ്കിൽ പോലും, പറയുന്നുണ്ടെങ്കിൽ പോലും ഇവരൊക്കെ ഒരു പരിധിവരെയൊക്കെ ഒരു ജനകീയ മുന്നേറ്റം ഏറ്റെടുത്താൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയെങ്കിലും അവർ അതിന്റെ ഒരു വിജയത്തിന്റെ പടിവാതിൽ വരെ കൊണ്ടെത്തിക്കുന്ന ഒരാൾക്കാരാണ്. സ്വന്തം സർക്കാർ ആണ് ഇരിക്കുന്നതെങ്കിൽ പോലും സർക്കാർ ജനദ്രോഹപരമായ നടപടികൾ എടുക്കുകയാണെങ്കിൽ സമരം ചെയ്യുന്ന ശീലം DYFIക്കാര് പണ്ട് മുതലേ പുലർത്തിപ്പോരുന്നുണ്ട്. അതീ പറയുന്ന പോലെ SFIക്കാരുടെ നേതാക്കന്മാര് ഈ TV ചാനൽ വരുന്ന സമയത്ത് ഇറങ്ങി വന്ന് അതിനകത്ത് റീലെടുക്കുന്ന പാകത്തിന് 2 ഡയലോഗും വീശി കുറച്ചു നേരം അവിടെ നിന്ന് സമരത്തിന്റെ മുഖത്ത് നിൽക്കുകയും ലാത്തി ചാർജ് തുടങ്ങാൻ നേരത്തെ ഇറങ്ങി ഓടുകയും ചെയ്യുന്നവരല്ല കൂടുതലായും DYFIയിൽ ഉണ്ടായിരുന്നത്. അത് നമുക്ക് പലരെയും അതിന് ഉദാഹരണമായി നമുക്ക് കാണാം. ഇപ്പൊ MB രാജേഷ് ആണെങ്കിലും ശ്രീരാമകൃഷ്ണൻ ആണെങ്കിലും അങ്ങനെ നിരവധി ഇപ്പം എന്തിനേറെ പറയും നമ്മുടെ മുഹമ്മദ് റിയാസ് ആണെങ്കിലും അങ്ങനെ ഒരു വലിയ ഒരു നേതൃനിര തന്നെ DYFIയിലൂടെ വളർന്ന് നമുക്ക് ഇപ്പം AN ഷംസീർ അടക്കമുള്ള P രാജീവ് മന്ത്രി അടക്കമുള്ളവർ അതിന്റെ ഒരു അനന്തരഫലം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശ്രീരാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അന്ന് ആടി കൊണ്ടതിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ സിന്ധു ജോയി എന്ന് പറയുന്ന ഒരു SFI നേതാവ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അതിനുശേഷം അവർ കോൺഗ്രസിലേക്ക് പോവുകയൊക്കെ ചെയ്തത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ശക്തമായി സമരരംഗത്തുണ്ടായിരുന്ന നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. എന്നാൽ യൂത്ത് കോൺഗ്രസ് അപജയത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അതായത് ഒരു 25 പേരെ പോലും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പല കമ്മിറ്റികളും ഒതുങ്ങിപ്പോയി എന്ന് പി ജെ കുര്യന്റെ ശക്തമായൊരു വിമർശനമുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. എന്തിനാ രമേശ് ചെന്നിത്തല പറഞ്ഞതല്ലേ, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന DYFIയുടെ ആഹാരം കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അതായത് മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഹൃദയപൂർവ്വം എന്ന് പറയുന്ന DYFIയുടെ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെയൊക്കെ അറിവ് പ്രകാരം പാർട്ടിയിലല്ലാത്ത സാധാരണ വീട്ടമ്മമാര് പോലും ഹൃദയപൂർവ്വത്തിന്റെ ഭാഗമായി ഒരു പൊതി ചോറ് കൊടുത്തുവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്കവാറും വലിയ വലിയ വാഹനങ്ങളിലാണ് ഈ ചോറെല്ലാം ഇങ്ങനെ അടുക്കി, അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും DYFI പ്രവർത്തകർ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെയുള്ള താലൂക്ക് ആശുപത്രികളിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ചോറ് കൊണ്ടെത്തിക്കുന്നുണ്ട്. പല വീടുകളിൽ നിന്ന് അതായത് ഇവരെല്ലാവരും കൂടെ ചോറുണ്ടാക്കി വെക്കുന്നൊന്നും അല്ല നമുക്കറിയാം. പലപ്പോഴും ഇവരെ കളിയാക്കിയിട്ടുണ്ട്. ട്രോളുകളിലൂടെ DYFIക്കാർ ചോറ് കൊണ്ടു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പിടി ചോറ് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഉപകാരപ്രദമാണെന്നും ജീവശ്വാസമാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് അന്നദാനം മഹാദാനം എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചോറ് കൊണ്ടു കൊടുക്കുന്ന ഒരു പദ്ധതി എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ തലയിൽ ഇത്തരം ആശയങ്ങൾ വന്നില്ല? ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ DYFIക്കാർ ചോറും കൊണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ക്യൂ നിൽക്കുന്ന എത്രയോ അധികം ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും കാണാതെ പോയിട്ടില്ല. ഇനി ചോറ് കൊടുക്കുന്നത് മാത്രമാണോ അവരുടെ പ്രവൃത്തികൾ? എന്തെല്ലാം പ്രവൃത്തികളുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ സമയത്ത് അവിടെ നിന്ന് അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകാനും വേണ്ടിയിട്ടും ഷിഫ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ വളരെ പരിശ്രമിച്ച ഒരു കൂട്ടരാണ് സത്യത്തിൽ DYFIക്കാർ എന്ന് പറഞ്ഞത്. നമുക്കറിയാം. അവിടെ എങ്ങനെയെങ്കിലും രക്ഷാപ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ അതെല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിച്ച ഒരു വിഭാഗം തന്നെയാണ് ഈ പറയുന്ന DYFI. അതേസമയം യൂത്ത് കോൺഗ്രസ് എന്താ ചെയ്തത്? അത് പൊളിഞ്ഞു വീണതിന്റെ ഉത്തരവാദികൾ ആരാണ്? മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കെതിരെ സമരം നയിക്കുകയാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ് ചെയ്തത്.
അപ്പം യൂത്ത് കോൺഗ്രസിന്റെ ശരിയായ നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിലേക്ക് സർക്കാർ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെ എത്തിക്കുക, അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജനകീയ പ്രവർത്തനങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ ഡിവൈഎഫ്ഐക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്കറിയാം. ഈ പറയുന്ന നമ്മളൊക്കെ കോവിഡ് ബാധിതരായി CFLTCകളിൽ അഭയം തേടുന്ന ഒരു അവസരമുണ്ടായി. നമുക്കറിയാം, CFLTCകളിൽ നമ്മൾ പലരും കോവിഡ് ബാധിച്ച് അഡ്മിറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്ന ഗതികേട് അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് ഫേസ് ചെയ്തവരാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ എനിക്ക് ക്വാറന്റൈൻ ഇരിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം, നമ്മൾ സ്വാഭാവികമായും കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളോടൊപ്പമുള്ള ഒരു റൂംമേറ്റും അല്ലെ ഇൻമേറ്റും നമ്മുടെ ഈ കോവിഡ് ബാധിതനാണ്. അപ്പൊ നമ്മൾ മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ഉപയോഗിച്ചിരുന്നില്ല. ആ സമയത്ത് അവിടെ നമുക്ക് വേണ്ട ആഹാരം രാവിലെ പിന്നെ ചായയും പിന്നെ രാവിലെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതോടൊപ്പം ഈവനിങ് ഒരു ടീയും സ്നാക്സും രാത്രി ഫുഡും, ഇത്രയും സാധനങ്ങൾ നമ്മൾ കിടക്കുന്ന മുറിയുടെ വാതിലിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന DYFI പ്രവർത്തകരായിരുന്നു. അത് നമുക്ക് ഈ CFLTC കടന്ന പലർക്കും അറിയാം. അവിടെയെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരെ നമ്മൾ കണ്ടിരുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് തരുന്ന ആഹാരം കൊണ്ട് തരുന്നു. അപ്പോൾ നമ്മളോട് വേദനയോടുകൂടി പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മാസ്ക് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി ആഹാരം മേടിക്കാനായി എത്തിയപ്പോൾ അവർ ക്ഷുഭിതരായി പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് മാസ്ക് വെച്ചുകൊണ്ട് വന്നാൽ മതി, മാസ്ക് വെച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആഹാരം മേടിക്കാം. പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾക്ക് ഈ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നിങ്ങൾക്ക് ആഹാരം തരാൻ ആരും ഉണ്ടാകില്ല എന്ന് പറയുന്ന വളരെ ക്ഷുഭിതനായിട്ട് ഞങ്ങളോട് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരോടും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവരല്ലാതെ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അവിടെ ഈ CFLTCയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ കടന്ന് പാടുപെടുന്നൊന്നും കണ്ടിട്ടില്ല. അതേസമയം അടുത്ത പഞ്ചായത്ത് ഭരണത്തിനോ അല്ലെങ്കിൽ ഭരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയത്. നമുക്കറിയാം, മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ആ സമയത്ത് ഇവിടെ കോവിഡ് റാണി എന്ന് വിളിച്ചുകൊണ്ട് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ശൈലജ ടീച്ചറെ കളിയാക്കുകയാണ് ചെയ്തത്. റോക്കിംഗ് സ്റ്റാർ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ അതായിരുന്നു അവരുടെ ഒരു ശൈലി. അപ്പം അവർക്ക് സത്യത്തിൽ ഇതിലൊന്നും അല്ലായിരുന്നു അവരുടെ കണ്ണ്. എങ്ങനെയെങ്കിലും 2021 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നെ സംഘടനാ ബലം ഈ പറയുന്ന പോലെ LDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ DYFയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമാണ് സംഘടനാ സംവിധാനം. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം യൂത്ത് കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയില്ല. അതായത് PJ കുര്യൻ പറഞ്ഞ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ ഒരു യൂത്തന്മാരുടെ യുവാക്കളുടെ ഒരു സംഘടനയാണല്ലോ യൂത്ത് കോൺഗ്രസ്. ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ്, ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോടതിയിൽ വരെ ആ കേസ് പോയി എന്നുള്ളതാണ് നമ്മൾ കണ്ട ഒരു യാഥാർത്ഥ്യം. അപ്പം PJ കുര്യൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളത് PJ കുര്യന്റെ മാത്രം കുഴപ്പമല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. PJ കുര്യന്റെ മാത്രം കുഴപ്പമല്ല, ആ സംഘടനയുടെ പ്രശ്നമാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്ന എത്ര യൂത്ത് കോൺഗ്രസ്സുകാരെ നമുക്കറിയാം. അങ്ങനെ വളരെ കുറച്ചു പേർ മാത്രമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ വരുന്നത്. അല്ലാതെ DYFക്കാരെ ഓടിയെത്തുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കയ്യിൽ ചെലവഴിക്കാൻ സമയമില്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സ്വന്തം പാർട്ടിക്കെതിരെ പോലും അല്ലെങ്കിൽ സ്വന്തം സർക്കാരിനെതിരെ പോലും സമരം ചെയ്യാൻ ധൈര്യമുള്ളവരായിരുന്നു പിന്നെ ഈ പറയുന്ന DYFയും SFIയും ഒക്കെ. ഈ SFIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാം, ഈ പറയുന്ന ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെ ഒരു പയ്യൻ ഇതിനെ അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഗവർണർ നടത്തുന്ന ഒരു ഈ പറയുന്ന ഒരു സംഘപരിവാരവൽക്കരണം കോളേജുകളിൽ നടത്തുന്ന, യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്ന, എവിടെ പോയി? ഇതൊരു ദേശീയ നയത്തിന്റെ ഭാഗമല്ലായിരുന്നു. ഈ ഗവർണർ ആർലേക്കർ എന്ന് പറയുന്ന ഒരാൾ ഒരു ദേശീയതയുടെ ഭാഗമല്ലേ, അതായത് ദേശീയ സെറ്റപ്പിന്റെ ഭാഗമാണ്. അപ്പോൾ ആ മനുഷ്യൻ ഇവിടെ ഒരു പിന്നെ ഇങ്ങനെ നടത്തുമ്പോൾ അതിനെ ഗുണ്ടായിസം എന്ന് വിളിച്ചിട്ട്, സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസം എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയല്ലായിരുന്നോ VD സതീശൻ ചെയ്തത്? അത് തെറ്റല്ലേ? ശരിക്കും കേന്ദ്രം ഇങ്ങനെയൊരു സമീപനം എടുക്കുമ്പോൾ, കേന്ദ്രത്തിന്റെ ഒരു അജണ്ട വിദ്യാർത്ഥികളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ, കേന്ദ്രത്തിന്റെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കടമയല്ലായിരുന്നു. എന്നിട്ട് എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാർ ആർലേക്കറിന്റെ നടപടി മോശമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന തരത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് അതിനെ കണ്ടത്.
അല്ലാതെ അത് ആർലേക്കറിന്റെ ഒരു നടപടിക്കെതിരായി ഇവിടെ പ്രസാദ് എന്ന് പറയുന്ന കൃഷിമന്ത്രി ആദ്യമായി ഈ ഭാരതാംബയെ കണ്ട് ഇറങ്ങിപ്പോയതിനു ശേഷം അതിനെ ഒരു ജനകീയ മുന്നേറ്റമായിട്ടോ അല്ലെങ്കിൽ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനോ ഒരാളെ പോലും കണ്ടില്ല. അതൊരു യാഥാർത്ഥ്യമല്ലേ? ഇപ്പോൾ സമരം ചെയ്യുന്നവരെ ഗവർണറുടെ നയത്തിനെതിരായി സമരം ചെയ്യുന്നവരെ സർക്കാർ സ്പോൺസേഡ് ഗുണ്ടകളായി കാണുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ഈ പറയുന്ന ചിന്താഗതിയുമാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഒരുപക്ഷെ വി ഡി സതീശന് ഭയമായിരുന്നിരിക്കാം. യൂത്ത് കോൺഗ്രസിനെ ഇളക്കി വിട്ടു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ പറയും അങ്ങുന്നല്ലേ അവിടെ പോയി അന്ന് വിളക്ക് കത്തിച്ചത് എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വി ഡി സതീശന് ഉത്തരം മുട്ടിപ്പോവും. അതുകൊണ്ടായിരിക്കും വി ഡി സതീശൻ ഇവരെ ഗുണ്ടകൾ എന്ന് വിളിച്ചത്, SFIക്കാരെ. അപ്പോൾ ഈ പറയുന്ന ശിവപ്രസാദ് എന്ന് പറയുന്ന നല്ല ഉശിരുള്ള ചെറുപ്പക്കാരനാണ്, ഈ പറയുന്ന ക്ഷുഭിത യൗവനത്തിന്റെ ഭാഗമാണ്. അവരവിടെ ഒരു ചിത്രവും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിനൊന്നും ഈ പറയുന്ന വി ഡി സതീശന് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ജനകീയ സമരങ്ങൾ, ഈ പറയുന്ന ദേശീയ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരായ സമരങ്ങൾ നയിച്ചതും മനുഷ്യച്ചങ്ങല നയിച്ചതും എല്ലാം ഈ പറയുന്ന DYFIക്കാർ തന്നെ അല്ലായിരുന്നോ? അതായത് CPMന്റെ യുവജനങ്ങളിൽ തന്നെ ആയിരുന്നല്ലോ, യൂത്തന്മാരായിരുന്നല്ലോ അവിടെ സമരം നയിച്ചത്. ഇതിന്റെ എവിടെയെങ്കിലും എന്തുകൊണ്ടാണ് കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഇവിടെ സമരം ചെയ്യാത്തത്? കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ അനക്കാത്തതിന് കാര്യം എന്താ? അവിടെ രാഹുൽജിയായിട്ട് നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് യാതൊരു ബന്ധവും ഇല്ലേ? തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇംഗ്ലാബ് വിളിക്കാനും എടുത്തു പൊക്കി തോളെ വെച്ചുകൊണ്ട് നടക്കാനും അല്ലാതെ കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല? അല്ലെ, അതൊരു വലിയ അതൊരു ചോദ്യമായി തന്നെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് PJ കുര്യൻ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല. ശരിക്കും ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യൂത്ത് കോൺഗ്രസിലൂടെ വന്ന ആൾക്കാരാണ്. ഒരു വലിയ ഈ കയർത്തിയനടക്കമുള്ള നിരവധി നേതാക്കൾ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചിരുന്നു. ഇന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? എന്തിനെങ്കിലും വല്ല കാര്യമുണ്ടോ? ഈ പറയുന്ന പോലെ സമരമുഖത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തിനേറെ പറയാൻ, ഒരു കൂടെയുള്ള ഒരു സമരം ചെയ്തുകൊണ്ടിരുന്ന ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് വേണ്ടി പണം പിരിച്ച് ഏറ്റവും ഒടുവിൽ ആ പെണ്ണിന് അല്ലെങ്കിൽ ആ പ്രവർത്തകയ്ക്ക് 1 രൂപ പോലും കൊടുക്കാതിരുന്നവരല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ? 1 രൂപ പോലും കൊടുത്തില്ല. അതല്ല യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്ത നന്മ. അതാ ഒരു അരിതാ ബാബു എന്ന് പറയുന്ന നേരത്തെ കായംകുളത്ത് MLA ആകാൻ വേണ്ടി മത്സരിച്ച ഒരാളാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ അരിതാ ബാബു ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ അതിന് താഴെ ഈ പെൺകുട്ടി വന്ന് കമന്റ് ചെയ്തു. ഈ പെൺകുട്ടി വന്ന് കമന്റ് ചെയ്ത് ആർക്ക് കിട്ടി, എവിടെ കിട്ടി എന്നും കൂടി വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക കമന്റ് ചെയ്തപ്പോഴാണ് ഇത് പുറം ലോകം അറിയുന്നത് ഇങ്ങനെ ഒരു പിരിവ് നടന്നു എന്നുള്ള കാര്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പണം പിരിച്ചു എന്ന് പറയുന്നു. ഏകദേശം 2-2.5 കോടി രൂപ, കണക്ക് പ്രകാരം 5 കോടിയോളം വരുമെങ്കിൽ പോലും 2-2.5 കോടി രൂപ പിരിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ എന്താ? ആകപ്പാടെ 88 ലക്ഷം രൂപ മാത്രമേ വന്നുള്ളൂ എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം PJ കുര്യനും കാണുന്നുണ്ടെന്നേ. പ്രായമായപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ചില ഉൾവിളികളായിരിക്കാം എന്നങ്ങ് നമുക്ക് സമാധാനിക്കാം. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. SFIക്കാർ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് പോലെ, DYFIക്കാർ ഏറ്റെടുത്ത് ജനകീയ സമരങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത് പോലെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു ജനകീയ സമരം അവകാശപ്പെടാനുണ്ടോ? ഈ അടുത്ത കാലത്തായി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ പറയുന്ന ജനങ്ങളുമായി അടുത്തിടപഴകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ, ഞാൻ പറഞ്ഞ ഈ കോവിഡ് കാലഘട്ടത്തിൽ CFLDCയിലും വീടുകളിലേക്കും മരുന്നും ഭക്ഷണവും എത്തിക്കാൻ വേണ്ടി ഈ പറയുന്ന എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഈ സർക്കാരിന്റെ ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടി നടത്തിയ പരിപാടികളിൽ എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു? ഈ ലഹരിക്കെതിരായി യൂത്ത് കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുള്ളവരെല്ലാം അന്ന് കരമനയിൽ ഒരു ബാറിലിരുന്ന് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ലഹരി വിമോചനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഓടിക്കേറി ബാറിനകത്തോട്ട് പോയിരുന്ന് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അന്ന് ലഹരി വിമോചനം അല്ലെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അല്ലാതെ എന്താ ഉണ്ടായത് ഇവിടെ? അല്ല ഏതെങ്കിലും ഒരു ജനകീയ മുന്നേറ്റത്തിൽ ഇവിടെ പങ്കാളികളായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് റീൽസ് എടുക്കാനും ഒക്കെ മാത്രമായി ഇങ്ങനെ കുറെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് PJ കുര്യൻ കാണുന്നത്. അവിടെ 20% മാത്രമേ അതിൽ പാടുള്ളൂ എന്നാണ് PJ കുര്യൻ പറയുന്നത്. വെറും 20% മാത്രമാണ് നമ്മൾ ഫേസ്ബുക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കിയൊക്കെ ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ, ഇപ്പൊ ഈ പറയുന്ന വേറൊരു കീഴ്വഴക്കമുണ്ട്, ഞാൻ കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആള് എൻ്റെ അനന്തരാവകാശി എന്ന് പറയുന്നൊരു സ്ഥിതിയല്ലേ യൂത്ത് കോൺഗ്രസിലുള്ളത്. ഇപ്പം നമ്മൾ നോക്കിയ ഷാഫി പറമ്പിൽ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു. അപ്പൊ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ പറയുന്ന ഒരാൾ മതി എന്ന് ഷാഫി പറമ്പിൽ നിശ്ചയിക്കുന്നു. അയാളെ എത്തിക്കാൻ വേണ്ടി എന്ത് നാണം കെട്ട കളിയും യൂത്ത് കോൺഗ്രസ്സുകാർ കളിക്കുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ അവിടെ അധ്യക്ഷനായി വരുന്നു. അതിനുവേണ്ടി സിനിമാ നടൻ തല അജിത്തിന്റെ ID കാർഡ് വരെ അടിച്ച്
അവിടെ ഇലക്ഷൻ നടക്കുന്നു. രണ്ടാമത്തെ ആളിനെ നിയമിക്കാൻ പറ്റില്ല, കാര്യം അത് നോട്ടയാണ്. പിന്നീട് പിന്നെ ഷാഫി പറമ്പിൽ തന്നെ പറയുന്നു, ഞാൻ പാലക്കാട് നിന്ന് വടകരയിലേക്ക് MP ആയിട്ട് മത്സരിക്കാൻ പോവുകയാണ്, അവിടെ ഞാൻ വിജയിച്ചാൽ എനിക്ക് പകരമായി പാലക്കാട് സ്ഥാനാർത്ഥിയാകേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ പറയുന്ന എൻ്റെ അവകാശികളെ നേരത്തെ കൂട്ടി പറയുന്ന ഒരു ഗതികേട്, അല്ലെ ആ ഒരു അവസ്ഥ, ഇതൊക്കെ ഈ യൂത്ത് കോൺഗ്രസിനെയൊക്കെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതേ ആശങ്ക തന്നെയാണ് ഒരുപക്ഷെ PJ കുര്യനും പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്ന അടുത്ത് തന്നെയാണ് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.